പാകിസ്ഥാനിൽ ഭരണകൂടത്തിന്റെ പിടിപ്പുകേടിൽ അനീതികൾക്കെതിരെ ജനം തെരുവിലിറങ്ങുകയാണ്. വിലക്കയറ്റത്തിലും കൊള്ളനികുതിയിലും ജനം പൊറുതിമുട്ടുകയാണ്. ഇപ്പോഴിതാ പാകിസ്ഥാൻ അധിനിവേശ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ നിവാസികൾ സമീപകാല സർക്കാർ ബജറ്റിൽ വലിയ രോഷം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ അധിനിവേശ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെ നിവാസികൾ അടുത്തിടെയുള്ള സർക്കാർ ബജറ്റിൽ അതൃപ്തിയും രോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് ബജറ്റ് വിഹിതം അപര്യാപ്തവും ഫലപ്രദവുമല്ല എന്ന് പരാതിപ്പെട്ടു. ഈ നടപടികൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് അധികൃതർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അങ്ങനെ ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ നടപടികൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് അവർ നിയമസഭയിൽ പറയുന്നു. എന്നാൽ വൈദ്യുതിക്ഷാമവും പെട്രോൾ വില വർധനയും വിപണി വിലക്കയറ്റവും കാരണം തങ്ങൾ നെടുവീർപ്പെടുകയാണെന്നാണ് ജനം ഒരേ സ്വരത്തിൽ പറയുന്നത്. സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് ബജറ്റ് പ്രയോജനപ്പെടുന്നത് എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. പ്രതിദിനം 1500 രൂപ സമ്പാദിക്കുന്ന തൊഴിലാളികൾക്ക് ഒന്നുമില്ല. തുച്ഛമായ വരുമാനം കൊണ്ട് വീട് പുലർത്താൻ പോലും കഴിയുന്നില്ല. ജോലിയില്ല എങ്കിൽ വരുമാനമില്ലാത്ത അവസ്ഥയാണെന്നാണ് സാധാരണക്കാരന്റെ പക്ഷം. കൂടാതെ ഗവൺമെന്റ് സ്വന്തം ആളുകളെക്കാൾ അന്താരാഷ്ട്ര നാണയനിധിയെ അനുകൂലിക്കുകയാണെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. ഈ വികാരം ന്യായമല്ല എന്ന് അവർ കണ്ടെത്തുന്നു. സാമ്പത്തിക സഹായ പദ്ധതിയുടെ ഭാഗമായി IMF ഏർപ്പെടുത്തിയ നിബന്ധനകൾക്കിടയിലാണ് പാകിസ്ഥാന്റെ പണപ്പെരുപ്പം ഉയർന്നത്. ഗവൺമെന്റ് ചിലവ് കുറയ്ക്കാനും സബ്സിഡികൾ ഒഴിവാക്കാനും നികുതി വർദ്ധിപ്പിക്കാനും കറൻസി മൂല്യം കുറയ്ക്കാനും ഈ വ്യവസ്ഥകൾ പാകിസ്ഥാനെ നിർബന്ധിക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾ സമ്പദ്വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനും കടം കുറയ്ക്കാനും ദീർഘകാല വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് എങ്കിലും ഉയർന്ന പണപ്പെരുപ്പ നിരക്ക് പോലെയുള്ള ഉടനടി അനന്തരഫലങ്ങളിലേക്ക് അവ നയിച്ചു. മാത്രമല്ല, ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെ വിദ്യാഭ്യാസ നിലവാരത്തിലെ പോരായ്മകൾ പ്രതിഫലിപ്പിക്കുന്ന ബജറ്റിനെ കുറിച്ച് പല പൗരന്മാർക്കും അറിയില്ലായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. സ്കൂളുകളുടെ ദൗർലഭ്യം, മതിയായ വിഭവങ്ങളുടെ അഭാവം, യോഗ്യതയുള്ള അധ്യാപകരുടെ കുറവ് എന്നിവ കാരണം പാകിസ്ഥാൻ അധിനിവേശ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ വിദ്യാഭ്യാസ സമ്പ്രദായം പലപ്പോഴും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഈ പോരായ്മകൾ വിദ്യാഭ്യാസ നിലവാരത്തിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നുണ്ട്. അക്കാദമിക് നേട്ടങ്ങളെ ബാധിക്കുകയും വ്യക്തിത്വ വികസനത്തെയും സാമൂഹിക സാമ്പത്തിക പുരോഗതിയെയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ അവബോധത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും അഭാവത്തിന്റെ അനന്തരഫലങ്ങൾ അഗാധവും അധികാരത്തിലുള്ളവരുടെ താൽപര്യങ്ങൾ നിറവേറ്റുന്നതുമാണ്. മാത്രമല്ല, അത് ജനാധിപത്യ പ്രക്രിയകളിലെ ഫലപ്രദമായ പങ്കാളിത്തത്തെ തടസ്സപ്പെടുത്തുകയും കമ്മ്യൂണിറ്റി വികസന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയും സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പാക് ഭരണകൂടത്തിനെതിരെ ജനം ശക്തമായ പ്രതിഷേധമാണ് ഉന്നയിക്കുന്നത്. അരാജകത്വത്തിലേക്കാണ് രാജ്യം കടന്നു പോകുന്നതെന്നാണ് ജനപക്ഷം. നമുക്കറിയാം, 2022 ഏപ്രിലിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത് മുതൽ പാകിസ്ഥാൻ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുകയാണ്. ഫലം അംഗീകരിക്കാൻ അദ്ദേഹം വിസമ്മതിക്കുകയും തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങളും റാലികളും നടത്തുകയും ചെയ്തു. തീവ്രവാദം, അഴിമതി, കോടതിയലക്ഷ്യം തുടങ്ങിയ നിരവധി നിയമപരമായ ആരോപണങ്ങളും അദ്ദേഹം നേരിട്ടു. രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുകയും ജനാധിപത്യത്തെ തുരങ്കം വയ്ക്കുകയും ചെയ്തുവെന്നാരോപിച്ചാണ് ഇപ്പോഴത്തെ പാക് സർക്കാർ നടപടികൾ കടുപ്പിക്കുന്നത്. പൊതുജനങ്ങൾക്കിടയിലുള്ള സൈനിക വിരുദ്ധ വികാരം തട്ടിയെടുക്കുന്നതിലൂടെ ഇമ്രാൻഖാൻ അവസരവാദിയും വിനാശകാരിയുമായി മാറിയെന്ന് അവർ ആരോപിച്ചു. ഭക്ഷണം, ഇന്ധനം തുടങ്ങിയ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോലും സാഹചര്യമില്ലാത്ത പാകിസ്ഥാനിൽ ഇനി എന്താണ് ഭാവി എന്നതാണ് ജനം ചോദിക്കുന്നത്. രാജ്യത്തിന്റെ പൊതുകടം $250 ബില്യൺ വളർന്നു കഴിഞ്ഞു. രാജ്യം വിദേശ നാണയ ശേഖരത്തിന്റെ കടുത്ത ക്ഷാമമാണ് നേരിടുന്നത്. ഇത് 9 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരമായ $3 ബില്യൺ താഴെയായി കുറഞ്ഞു. അതായത് അവശ്യ ചരക്കുകളും സേവനങ്ങളും ഇറക്കുമതി ചെയ്യാൻ ആവശ്യമായ വിദേശ കറൻസി രാജ്യത്തിനില്ല. സമീപകാല കാലാവസ്ഥാ ദുരന്തങ്ങളും പാകിസ്ഥാനെ വലിയ രീതിയിൽ തളർത്തുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ അത് ദുർബലമാക്കുന്നുമുണ്ട്. എന്തായാലും ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ ഒരേ സ്വരത്തിൽ തിരിയുകയാണ്. ജനങ്ങളുടെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും സാധിക്കുക എന്നതാണ് ഒരു ഭരണകൂടത്തിന്റെ പ്രധാന ലക്ഷ്യം. അതല്ലാത്ത പക്ഷം ജനം ഭരണകൂടത്തിനെതിരെ തിരിയുക തന്നെ ചെയ്യും.